നമസ്കാരം. ഇന്നലെ വരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ശബരിമലയെ സംബന്ധിക്കുന്ന റിപ്പോർട്ട് എവിടെ, ഡേറ്റ എവിടെ, കണക്ക് എവിടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു. ഇന്നലെ അതീവ ഗുരുതരമായ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതിന്റെ ഉള്ളടക്കം സമ്പൂർണ്ണമായി പുറത്തു വരണമെങ്കിൽ ഇന്നത് കോടതിയിൽ കൊടുത്ത് കോടതി കൂടെ അനുവദിച്ചാൽ മാത്രമേ വരുള്ളൂ. ഇപ്പോൾ സീൽ ചെയ്ത കവറിൽ അത് വളരെ കൃത്യമായി SITക്ക് കൈമാറി. SIT അത് കോടതിയിലേക്ക് കൈമാറും. കോടതിക്ക് കൈമാറുമ്പോൾ അതിൽ ഉണ്ട് എന്ന് സൂചനകൾ പുറത്ത് ധാരാളം വന്നുകൊണ്ടിരിക്കുന്ന സൂചനകൾ VSSC നമ്മുടെ ISRO നടത്തിയിട്ടുള്ള VSSC ISRO ഇത് കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളാണ്. നമ്മുടെ സ്പേസ് ആപ്ലിക്കേഷൻ നോക്കുന്ന സ്ഥാപനങ്ങളിൽ നടത്തിയ ദിവസങ്ങൾ നീണ്ടുനിന്ന പരിശോധനയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. രണ്ട് കാര്യങ്ങളും ഞെട്ടിപ്പിക്കുന്നതാണ്. അയ്യപ്പന്റെ കേസുമായി കൊള്ളയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒന്ന്, അത് ഒറിജിനൽ അല്ല, നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് അവിടെ ഇപ്പോൾ കൊണ്ടുവച്ച, അതായത് എടുത്തുകൊണ്ട് പോയ കട്ടളപ്പാടി അല്ല അവിടെ രണ്ടാമത് കൊണ്ടുവച്ചിരിക്കുന്നത്, അത് പിന്നെ നിർമ്മിച്ച ഡ്യൂപ്ലിക്കേറ്റ് കട്ടളപ്പാളിയാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ നിഗമനം. രണ്ടാമത്തെ നിഗമനം, ക്വാണ്ടിറ്റിയിൽ കുറവ് വന്നിട്ടുണ്ട്. നേരത്തെ അവിടെ നിന്ന് കൊണ്ടുപോയ സ്വർണത്തിന്റെ അതിൽ നിന്നും കുറെ അധികം ഗ്രാം കുറവ് വന്നിട്ടാണ് പുതിയ സ്വർണ്ണം അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ രണ്ട് തരത്തിലാണ് സ്വർണം മാറ്റിയിരിക്കുന്നത്. ഒന്ന്, പഴയതിനെ അടിച്ചു മാറ്റി അത് നിർബന്ധമായും ഈജിപ്തിലേക്ക് പോയിരിക്കാനാണ് സാധ്യതയുള്ളത്, അല്ലെങ്കിൽ ഇറ്റലിയിലേക്ക് പോയിരിക്കാനാണ് സാധ്യതയുള്ളത്. അത് കാരണം ഈ രണ്ട് രാജ്യങ്ങളിലും ആന്റിക്വിറ്റ്സിന് വളരെ വലിയ സാധ്യതയുള്ള രണ്ട് രാജ്യങ്ങളാണ്. അതിലൊന്ന് ഇറ്റലി, ഒന്ന് ഈജിപ്റ്റ്. അപ്പൊ ഇറ്റലിയിലേക്കാണോ ഇത് പോയിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മാനം വീണ്ടും മാറും. കാരണം സോണിയാഗാന്ധിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ചില കഥകൾ അല്ലെങ്കിൽ ചില ബന്ധങ്ങളൊക്കെ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ ഇറ്റലിയാണോ ഇനി ഈജിപ്റ്റ് ആണോ അതോ വിദേശ രാജ്യങ്ങളിലേക്കാണോ ഇത് പോയിരിക്കുന്നത്? എന്തായാലും കട്ടളപ്പാളി കൃത്യമായി ഒറിജിനൽ കട്ടളപ്പാളി അവിടെ നിന്ന് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, കൊണ്ടുവച്ചിരിക്കുന്ന കട്ടളപ്പാളിയിൽ സ്വർണത്തിന്റെ അളവ് കുറവാണ് എന്നുള്ളതും വിഷയമാണ്. അപ്പൊ ഈ രണ്ട് വിഷയങ്ങൾ വെച്ചുകൊണ്ട് വളരെ ഗുരുതരമായ കേസുകളാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കടകംപള്ളി സുരേന്ദ്രനെയും ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചോദ്യം ചെയ്യാൻ സാധ്യതയുള്ളതാണ് വാസവനെ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മൊഴിയെടുക്കാൻ സാധ്യതയുണ്ട്. അത് ചോദ്യം ചെയ്യലാവത്തില്ല. സോണിയയുടെ മൊഴിയെടുക്കാൻ സാധ്യതയുണ്ട്. അടൂർ പ്രകാശിന്റെ മൊഴിയെടുക്കാൻ സാധ്യതയുണ്ട്. ആന്റണിയുടെ മൊഴിയെടുക്കാൻ സാധ്യതയുണ്ട്. ഇനി ഏതെങ്കിലും നേതാക്കളുടെ പേരോ ലിസ്റ്റോ കാൽ ലിസ്റ്റോ എന്തെങ്കിലും ഫോണിലോ ഡയറിയിലോ ഉണ്ടെങ്കിൽ അതിൻ്റെയും ലിസ്റ്റുകൾ എടുക്കാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത്. അപ്പോൾ വളരെ ഗുരുതരമായ, അതീവ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലൂടെയാണ് ശബരിമല വിഷയം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ടേൺ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അത് ട്വിസ്റ്റ് ചെയ്തിരിക്കുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ട്വിസ്റ്റ് എന്ന് പറയുന്നത് ISRO നടത്തിയിട്ടുള്ള പഠനത്തിന്റെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ വളരെ കൃത്യമായി സ്വർണത്തിൽ മുക്കലുണ്ട്, കള്ളം കാണിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഇതിനിടയിലാണ് വാജീവാഹനത്തിന്റെ വിഷയം വന്നിരിക്കുന്നു. അത് പക്ഷേ കോടതി വെച്ചിട്ടുള്ള അഡ്വക്കേറ്റ് കമ്മീഷൻ തന്നെ അറിഞ്ഞുകൊണ്ട് കൊടുത്തതാണെന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ അതിൽ നിന്ന് കൃത്യമായി ഊരി വരാൻ അജയ് തറയലിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രയാർ ഗോപാലകൃഷ്ണൻ മരിച്ചുപോയെങ്കിലും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആ കേസ് പുക പോലെ 2 ദിവസം ചാനലുകളിൽ നിന്നു എന്നുള്ളതല്ലാതെ അതിനൊരു സാങ്ക്ടിറ്റി ഇല്ല, നിലനിൽപ്പില്ല. അതേസമയം അഷ്ടദിക്പാലകരുടെ വിഗ്രഹങ്ങൾ എടുത്തുകൊണ്ട് പോയതും അതുപോലുള്ള കാര്യങ്ങളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ അഭ്യർത്ഥന അല്ലെങ്കിൽ റിക്വസ്റ്റ് അല്ലെങ്കിൽ കേസ് കൊടുത്തിരിക്കുന്നത് ഒരു വാലിഡിറ്റിയിലേക്ക് പോകുന്നു. തീർച്ചയായിട്ടും CBI വരേണ്ടതിന്റെ ആവശ്യകത വളരെ വലുതാണ്. അതുപോലെ തന്നെയാണ് ഇന്റർപോൾ. ഇത് കപ്പൽ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, കടൽ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, ഈ സ്വർണം ആ പാളിയായി തന്നെ കപ്പൽ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും കപ്പൽ വഴി വിദേശത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ ഇന്റർപോൾ വന്നല്ലാതെ കഴിയുന്ന പ്രശ്നമില്ല എന്നുള്ളിടത്താണ് നമ്മുടെ കാര്യങ്ങൾ ചെന്നെത്തി നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ശബരിമല വിഷയം പുതിയ മാനങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ശബരിമലയുടെ സ്വർണം എന്ന് പറയുന്നത് കേവലം കുറച്ചാളുകൾ എടുത്തതല്ല. ഇനിയും ഒരു കഥയുള്ളത്, ഈ കുറച്ച് വന്ന സ്വർണം ഉണ്ടല്ലോ, ഇപ്രാവശ്യം കൊണ്ടുവന്നപ്പോൾ വന്നൊരു കുറവുണ്ടല്ലോ, ഈ സ്വർണം ജയറാമിനെ പോലെയുള്ള, വീരമണിയെ പോലെയുള്ള ആളുകൾക്ക് കൊടുത്തിട്ടുണ്ടോ? വിലയ്ക്കാണ് കൊടുക്കുന്നത്, അല്ല ഫ്രീ ആയിട്ടല്ല. മുതലാളിമാർക്ക് കൊടുത്തിട്ടുണ്ടോ? വ്യവസായികൾക്ക് കൊടുത്തിട്ടുണ്ടോ? അതുപോലെ തന്നെ സമ്പന്നരായിട്ടുള്ള ആളുകൾക്ക് കൊടുത്തിട്ടുണ്ടോ? അത് ദുബായിൽ പോയിട്ടുണ്ടോ? UAEയുടെ മറ്റ് രാജ്യങ്ങളിൽ പോയിട്ടുണ്ടോ? അമേരിക്കയിൽ പോയിട്ടുണ്ടോ? യൂറോപ്പിൽ പോയിട്ടുണ്ടോ? ഇങ്ങനെ ഏതൊക്കെ രാജ്യങ്ങളിലേക്കാണ് ഈ സ്വർണം പോയിരിക്കുന്നത്? ഏത് രൂപത്തിലാണ് പോയിരിക്കുന്നത്?
അതിൻ്റെ രൂപത്തിൽ തന്നെയാണോ, അതോ ഈ പിന്നെ നമ്മുടെ റോത്താറി പിന്നെ ജുവലറി ഉണ്ടല്ലോ, ജുവലറിയുടെ രൂപത്തിലാണോ? ഗോവർദ്ധൻ്റെയൊക്കെ ജുവലറി ഉണ്ട്, ഭണ്ഡാരിയുടെയൊക്കെ, അവരുടെ ജുവലറിയിൽ കൊണ്ടുപോയി അതിൻ്റെ രൂപം മാറ്റിയതിന് ശേഷമാണോ കൊണ്ടുപോയത്? ഈ സ്വർണത്തിലാണോ, ഇതിൻ്റെ സ്വർണത്തിൻ്റെ നൂല് കൊണ്ടാണോ നമ്മുടെ സോണിയാഗാന്ധിയുടെ കയ്യിൽ കെട്ടിയ പിന്നെ എന്താ പറയുക ചരട്, അതിൽ സ്വർണത്തിൻ്റെ എന്തെങ്കിലും അംശമുണ്ടോ? ഇങ്ങനെ തുടങ്ങി ഈ സ്വർണം എവിടെയെല്ലാം പോയി എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ തെളിവുകൾ ആവശ്യമുണ്ടെന്നുള്ള നിലയിലാണ് ISROയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇതൊരു ഒന്നൊന്നര റിപ്പോർട്ടാണ്. അകത്ത് കിടക്കുന്നവർ ജയിലിടിഞ്ഞാലും വെളി വരില്ല എന്ന് മാത്രമല്ല, ഇനി ഒരുപാട് ആളുകൾ ജയിലിൽ കയറാനുണ്ട്. അതിൻ്റെ നിര തീരുമാനിക്കുക എന്നുള്ളതാണ്. അത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിലുള്ളവരാണോ, സെലിബ്രിറ്റി ലീഡർഷിപ്പിലുള്ളതാണോ, സെലിബ്രിറ്റികളാണോ, അതോ ഇവരല്ലാത്ത വേറെ ആരെങ്കിലും ആണോ എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇത് വളരെ കൃത്യമായി അവിടെ നടന്നത് 2017 ശേഷമാണ് ഈ സ്പോൺസർ എന്ന രൂപത്തിലേക്ക് നമ്മുടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പോകുന്നത്. 18 സ്പോൺസർഷിപ്പാണ് ഇപ്പം ഈ പറയുന്ന കട്ടളപ്പടി. അതിനു മുമ്പ് 18ാം പടിക്ക് താഴെയുണ്ടായിരുന്ന 2 ഭാഗങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പോൺസറായും 2017. അപ്പോൾ 17 തൊട്ടേ ഈ പണി അദ്ദേഹം തുടങ്ങിയിട്ടുണ്ട്. ചെറിയ പണിയല്ല. 16, അതായത് കടകംപള്ളി സുരേന്ദ്രൻ്റെ കാലം മുതൽ തന്നെ ഇതിൻ്റെ പണി തുടങ്ങി. എന്നാൽ അദ്ദേഹം കർമ്മിയായി പരികർമ്മിയായി അവിടെ കയറുന്നതും പിന്നെ കർമ്മിയും ഉപശാന്തി, മേൽശാന്തി കീഴ്ശാന്തിയൊക്കെ ആകുന്ന, അല്ലെങ്കിൽ ആ ഒരു ലൈനിലേക്കൊക്കെ വളരുന്നത് വളരെ നേരത്തെ മുമ്പേ അവിടെ കയറിയിരുന്നു. പക്ഷെ അപ്പോഴും അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിലെ പുളിമാത്ത് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ദേവീക്ഷേത്രത്തിൽ പൂജ ചെയ്തിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി വളരെ കൃത്യമായി ശബരിമലയിൽ എത്തുകയും അവിടെ കുറേ കുഴപ്പങ്ങൾ കാണിക്കുകയും അവിടെ നിന്ന് പറഞ്ഞു വിടുകയും പിന്നെ അവസാനം അദ്ദേഹം ബാംഗ്ലൂരിൽ പോയി അവിടുത്തെ ശ്രീരാം പുത്തൂറിലെ ക്ഷേത്രത്തിൽ, അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് തന്ത്രിയുടെ ആളായിട്ട് പോയി അവിടെ നിന്നാണ് വീണ്ടും വലിയ സ്പോൺസർഷിപ്പിലൂടെ ശബരിമലയിൽ എത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു 2017 മുതൽ അല്ലെങ്കിൽ 2000 മുതൽ 10-25 വർഷക്കാലത്തെ വലിയൊരു കൊള്ള സംഘത്തിൻ്റെ വലിയൊരു പണിയാണ്. അതിലാണ് സുഭാഷ് കപൂറിനെ പോലെയുള്ള തമിഴ്നാട്ടിൽ ജയിലിൽ കിടക്കുന്നു എന്ന് തോന്നുന്നു, അദ്ദേഹം ജയിലിലാണെന്ന് കരുതുന്നു, അങ്ങനെ വാർത്തകൾ വന്നിട്ടുണ്ട്. സുഭാഷ് കപൂർ മോഡലിലുള്ള കൃത്യമായ സ്വർണ്ണക്കൊള്ളയാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത്. ഈ കൊള്ള, ഇതുപോലെ സ്വർണ്ണക്കൊള്ളകളും ആഭരണക്കൊള്ളയും നടത്തിയ ചില ആളുകളെ CBIയുടെ അന്വേഷണ പ്രകാരം ഇന്റർപോൾ പിടിക്കാൻ നോക്കിയപ്പോൾ ഡൽഹിയിലെ വളരെ പ്രധാനപ്പെട്ട 2 രാഷ്ട്രീയ നേതാക്കളുടെ ബന്ധുക്കളായിരുന്നു ഈ ബിസിനസ്സിലുള്ളത് കൊണ്ട് അവരെ പിടിച്ചില്ല. ആ കേസ് തേഞ്ഞുമാഞ്ഞിങ്ങനെ ഉഴപ്പി പോവുകയാണ്. പക്ഷെ കേസ് പൂർത്തിയാക്കിയിട്ടില്ല, പക്ഷെ അത് ഉഴപ്പുകയാണ്. അതുപോലെ ഇതും CBI ഏറ്റെടുത്താലും ഇന്റർപോൾ വന്നാലും പൊളിറ്റിക്കൽ കോംപ്രമൈസ് നടക്കുമോ, കേരളത്തിൽ നടക്കേണ്ട കോംപ്രമൈസ് ഇവിടെ നടക്കാതെ ഡൽഹിയിൽ നടക്കുമോ എന്നുള്ളതും, അതോ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുമോ എന്നുള്ളതും വളരെ വലിയ ചോദ്യമാണ്. കാരണം ഈ ബിസിനസ് എന്ന് പറയുന്നത് 1000 കോടിയുടെയും 2000 കോടിയുടെയൊക്കെ ബിസിനസ്സാണ്, അല്ലാതെ ചെറിയ പണത്തിൻ്റെ ബിസിനസ്സല്ല. അപ്പോൾ അത്രയും വലിയ തുകയുടെ ബിസിനസ് നടക്കുമ്പോൾ അതിൽ വരുന്ന ദല്ലാൽമാരും ഇടനിലക്കാരും സ്പോൺസർമാരുമൊക്കെ വളരെ വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെയാണിത് പൂർത്തിയാക്കുക എന്ന് നമുക്കറിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഓരോ ദിവസം കഴിയും തോറും ശബരിമല കേസിൽ കുരുക്കുകൾ മുറുകി തരികയാണ് വരുന്നത്. പിന്നെ അടയാളങ്ങൾ വളരെ കൃത്യമായിട്ട് കറക്റ്റാണ്, ഡേറ്റകൾ കറക്റ്റാണ്, എല്ലാം തെറ്റിലേക്ക് തന്നെയാണ് അവിടെ നടന്നത്. കൊള്ളയാണ്. ഒരുപക്ഷെ ഈ സ്വർണം കിട്ടിയത് അല്ലെങ്കിൽ ISROയുടെ റിപ്പോർട്ട് ഒന്ന് നെഗറ്റീവായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതൊരു വേറൊരു തരത്തിലായിരുന്നെങ്കിൽ, ആ റിപ്പോർട്ട് പ്രകാരം ഒരു കുഴപ്പമില്ലാത്ത റിപ്പോർട്ടാണ് ISRO എന്ന് വന്നിരുന്നെങ്കിൽ ഈ ചേട്ടന്മാരെല്ലാം ഊരി വന്നേനെ. അതിനേക്കാൾ പ്രധാനം പുറത്തു നിന്ന് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടാത്ത കുറേ ചേട്ടന്മാരും രക്ഷപ്പെട്ടേനെ. പക്ഷേ ആ ചേട്ടന്മാരും മാമന്മാരുമെല്ലാം അകത്താവുന്നതിന് ഏറ്റവും ഉദ്ബലകമായി നിൽക്കുന്ന, ഏറ്റവും പ്രധാനമായി നിൽക്കുന്ന ഒരു രേഖയായി ഈ ISROയുടെ പിന്നെ ഈ സ്വർണത്തിൻ്റെ തെളിവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് 2 അവിടെ അവർ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഒന്ന്, ഇത് ഒറിജിനൽ അല്ല. 2, അതുകൊണ്ട് തന്നെ ഒറിജിനൽ എവിടെ കടത്തി, അതാണ് ഇതുവരെ തൊണ്ട് കിട്ടാത്തത്. വിദേശത്തൊക്കെ പോയാൽ പിന്നെ തൊണ്ട് കിട്ടൽ എളുപ്പമല്ലല്ലോ. 2ാമത്തെ ചോദ്യം, ഇതിൻ്റെ കുറവ് വന്ന സ്വർണം ആർക്ക് കൊടുത്തു? ഈ 2 ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ SITക്ക് വലിയ തലവേദനയാകുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് CBIക്ക് പോകാനുള്ള സാധ്യത വളരെ വളരെ വലുതാണ്. അതിലൂടെ ഇന്റർപോൾ വരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല.